ലഹരിയെപ്പോലെ തന്നെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്കുകൾ വഴി ലിങ്ക് വരികയും ആ ലിങ്കിൽ കയറി കോടികളും ലക്ഷങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ രൂപീകരിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ ആഷിഫും ഫയാസും. അവരിൽ നിന്ന് ആ വിശേഷങ്ങൾ എന്തായിരുന്നു ആപ്പിൻ്റെ പേര്? നമ്മുടെ ആപ്പിൻ്റെ പേര് AI ഷീൽഡ്വെയർ. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഫിഷിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടിപ്പ്, നമ്മളെ ഡാറ്റാസ്, നമ്മളെ OTP, ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ് നമ്മൾ ഫിഷിംഗ് ലിങ്ക് എന്ന് പറയും. അപ്പോൾ ഒത്തിരി നമുക്കറിയാം ഒത്തിരി സ്കാംസ് നടക്കുന്നുണ്ട്, ഓഫേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് കാണാം SMSൽ 2GB ഓഫേഴ്സ്, അതുപോലെ ഫ്രീ ലാപ്ടോപ്പ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമ്മളെന്ത് വിചാരിക്കും, അത് ഫ്രീ ആണ്, നമുക്ക് ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക, OTP കൊടുക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ ബാങ്കിൽ നിന്ന് എമൗണ്ട് നഷ്ടപ്പെടും. അന്നേരമാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പോൾ ഒരു കുഴിയിൽ ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻഗണനയാണ് നമ്മൾ ഈ ആപ്പ് കൊടുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഫിഷിംഗ് ലിങ്ക് വന്നാൽ നമ്മുടെ ആപ്പ് അലേർട്ട് കൊടുക്കും. അപ്പോൾ ആ കുഴിയിൽ ചാടുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പ് ഒരു ഷീൽഡായി പ്രവർത്തിക്കും. ഇതിൽ നമ്മൾ AI മോഡൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് AI ത്രെറ്റ് ഇൻ്റലിജൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ AI സാങ്കേതികവിദ്യ വളരെ മുന്നേറുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡിൽ തന്നെ BTech പഠിക്കുന്നുള്ളത്. BTech ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ് നമ്മൾ. സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെങ്ങന്നൂരാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നോളജും പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന സ്കാംസൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ AI എങ്ങനെയാണ് നമുക്കിതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചിന്തിച്ച് നമ്മൾ ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. എങ്ങനെയായിരുന്നു ഈ ആപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്? ആപ്പ് രൂപീകരിക്കാൻ എങ്ങനെ തീരുമാനിച്ചു? നമ്മൾ കോളേജ് എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ പരിചയപ്പെടേണ്ടി വരുന്നു. അപ്പോൾ ഈ പരിചയപ്പെടുമ്പോൾ ഒത്തിരി പേര് പറയുന്നത് ഇത്തരത്തിൽ എൻ്റെ എമൗണ്ട് നഷ്ടപ്പെട്ടു, ഓഫേഴ്സ് കണ്ടു. അപ്പോൾ ഞാനും ഇവനും 10 വർഷമായി ഒരുമിച്ച്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചും കൂടി ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതിനെതിരെ നല്ലൊരു സൊല്യൂഷൻ ഇറക്കിയാലോ എന്ന് ചിന്തിച്ച്, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് സെക്യൂരിറ്റി കമ്പനീസിനെ റിസർച്ച് ചെയ്തു. അപ്പോൾ അവരെങ്ങനെയാണ് അവർ കമ്പനീസ് സെക്യൂർ ആക്കുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവർ കമ്പനീസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് അത് ഓട്ടോമേറ്റഡ് ചെയ്ത രീതിയിൽ ഇതില്ല, ഫസ്റ്റാണ്. പിന്നെ അതുമല്ല, അവരുടെ ഡ്രോബാക്സ്, അവർക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു ഫ്രഷ് ആപ്പാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഈ ആപ്പ് ചിലവർക്ക് പേടിയുണ്ടാവും, ഈ ആപ്പ് നമ്മൾ ഡാറ്റാസ് എടുക്കുന്നുണ്ടാവും. യാതൊരു തരത്തിലുള്ള ഡാറ്റാസ് എടുക്കുന്നില്ല. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെ പോളിസി കൊടുക്കുക. അപ്പോൾ നമ്മളെ ആപ്പിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡാറ്റ എടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ആ പോളിസി എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ വരത്തില്ല. അപ്പോൾ മാക്സിമം പ്ലേ സ്റ്റോറിലുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ക്രാക്ക്ഡ് ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ ഒത്തിരി സ്കാംസ് നടക്കുന്നുണ്ട്, ക്രാക്ക്ഡ് ആപ്പ് വഴി നടക്കുന്ന. ഇനിയിപ്പോൾ ഫയാസിൻ്റെ സുഹൃത്തു കൂടിയായ അഹമ്മദ് ആഷിഫ്, ഇതെങ്ങനെയാണ് ഈ ആപ്പിൻ്റെ ഉപയോഗം എങ്ങനെ? ഓക്കെ, ഈ ആപ്പ് ഇപ്പോൾ ഡൗൺലോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയുടെ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ടെലിഗ്രാമോ അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും ആരെങ്കിലും ഒരാളിങ്ങനെ ഒരു ഫിഷിംഗ് ലിങ്ക് അയച്ചാൽ, സാധാരണ നമ്മളെ പലരും ഒരു ലിങ്ക് അയച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ആരും അന്വേഷിക്കാറില്ല. അത് ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, സാധാരണ എന്തെങ്കിലും സംഭവിച്ച് പൈസ ഒക്കെ പോയാലാ പിന്നെ ആലോചിക്കുന്നത് ഇനി ഇത് സൈബർ ക്രൈമിൽ ഇനി തിരിച്ച് കിട്ടുമോ പൈസ, അതൊക്കെ പിന്നെയാണ്. അതിന് മുമ്പ് പ്രിക്കോഷനായിട്ട് എന്ത് ചെയ്യണം അങ്ങനെയൊന്നും ആരും ആലോചിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ആപ്പ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് സമയം മെനക്കെടുത്തുന്നില്ല. അതായത് ഒരു ലിങ്ക് കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന് അതിനൊന്നും ആർക്കും സമയമില്ല. അപ്പോൾ ഇങ്ങനെ ലിങ്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു അലർട്ട് മെസ്സേജ് വരുവാണെങ്കിൽ നല്ലതായിരിക്കില്ലേ എന്നാണ് ഞങ്ങളോട് ആദ്യം ചിന്തിച്ചത്. നമ്മളെല്ലാത്തിൻ്റെയും തുടക്കേ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കില്ലേ? ആരെങ്കിലും അങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകളുണ്ടോ, അതോ ബന്ധുക്കളോ അങ്ങനെ പരിചയത്തിലുണ്ടോ? മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ പോകുമായിരുന്നു. അപ്പോൾ പരിചയമുള്ള ആൾക്കാരല്ല, പരിചയമില്ലാത്ത രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ, എൻ്റെ ഇപ്പുറത്ത് നിന്ന് അവർ സംസാരിക്കുക. അപ്പോൾ അവരുടെ അമ്മയുടെ എന്തോ ഒരു ഓഫേഴ്സ് ക്ലിക്ക് ചെയ്ത് 60,000 രൂപ പോയി എന്ന് കേട്ടതാണ്. അതാണ് ഞങ്ങൾ ആദ്യം ഈ ചിന്തയിലേക്ക് എത്തുന്നത്. പിന്നെ ദിനം പ്രതി ഇങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ ആപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഇതൊക്കെ സെറ്റായി തുടങ്ങുമ്പോഴേക്ക് ഞങ്ങൾ കോളേജ് സ്കൂളിൻ്റെ ഒക്കെ ഒരു ലിങ്ക് വന്നത്, ലാപ്ടോപ്പ് സ്റ്റുഡൻസിന് ലാപ്ടോപ്പ് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ടീച്ചർക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ടീച്ചർ വിചാരിച്ച് പിള്ളേർക്കൊക്കെ ലാപ്ടോപ്പ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ടീച്ചർ ഗ്രൂപ്പിൽ ഷെയർ ആക്കി. അപ്പോൾ പിള്ളേർ ടീച്ചർ ഷെയർ ആക്കിയതല്ലേ, അപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും ക്ലിക്ക് ചെയ്ത്. അതേസമയം ഇതിൻ്റെ വർക്കിലായിരുന്നു. അപ്പോൾ തന്നെ ഇത് നമുക്ക് ടെസ്റ്റിംഗ് പ്രോസസ്സിലായിരുന്നു. അപ്പോൾ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം ബാക്കിയുള്ള കുറേ പേര് സേവ് ചെയ്യാൻ പറ്റി ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ പോകുമ്പോൾ തന്നെ. പിന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, കുറേ ചാലഞ്ചസ് ഒക്കെ വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ കമ്പനീസിൻ്റെ കമൻറ്റും അവരിങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റായി, എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തീർക്കണം എന്നുള്ള ഇത് വന്നു. ഇതിപ്പോൾ ഇതിൻ്റെ നമ്മുടെ വിപണനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രചരണം എങ്ങനെ ഈ ആപ്പിൻ്റെ? ഇപ്പോൾ നിലവിൽ
നിലവിലിപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ്സും കമൻസും പറയുന്നുണ്ട്. കാരണം അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേടി, കാരണം ഡാറ്റ എടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ പോളിസി വായിച്ചാൽ തന്നെ മനസ്സിലാവും ഡാറ്റ എടുക്കുന്നില്ല. പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു ചോദ്യം ചിലവുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇല്ല, ഇത് ഫ്രീ ഓഫ് സർവീസാണ്. ഇതിൽ പിന്നെ അഡീഷണൽ നമ്മളൊരു ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡാറ്റാസ് എവിടെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ, നമ്മുടെ പാസ്വേഡ് ലീക്ക് ആയിട്ടുണ്ടോ. നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒത്തിരി ലോഗിൻ സൈറ്റിൽ നമ്മുടെ കോളേജിൻ്റെ തന്നെ സൈറ്റിൽ കയറാറുണ്ട്, ലോഗിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കാറില്ല പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ മറക്കുമ്പോഴാണ് ഡാർക്ക് വെബിലൊക്കെ ലീക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ അവർ സർവീസിൽ റിക്വസ്റ്റ് കൊടുത്താൽ നമ്മളത് എവിടെയാണ് ലീക്കായത്, ഏത് സമയത്താണ്, ഏത് പാസ്വേഡാണ്, ഇതൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. കാരണം അത് ഈ ലീക്ക്ഡ് ആയ ഡാറ്റാസ് പബ്ലിക്കലി അവൈലബിൾ ആണ്, പക്ഷേ ആർക്കും അറിയുന്നില്ല അവരുടെ സ്വന്തം ഡീറ്റെയിൽസ് അതിലുണ്ടോ. എന്നിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും ഫാമിലി എങ്ങനെ സപ്പോർട്ടൊക്കെ? എല്ലാവരും നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. ഫാമിലി ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും പിന്നെ ഞങ്ങളിവിടെ ആദ്യം അവതരിപ്പിച്ച ന്യൂസിൻ്റെ ഞങ്ങൾ മുമ്പ് ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതിന് വേണ്ടിയുള്ള എല്ലാ ഇതും എല്ലാവരും നന്നായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ HOD ഉണ്ടായിരുന്നു, ടീന മിസ്, അതുപോലെ തന്നെ യോഗേഷ് സർ, പിന്നെ നമ്മളെ പാരൻസ്, എൻ്റെ ഉമ്മ, പിന്നെ ഇവൻ്റെ പാരൻസ്, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് ഇതിന് മാക്കിലേക്ക് ഇറക്കണമെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ഇറക്കി, പിന്നെ ഇത് മാക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, ആപ്പ് സ്റ്റോറിൽ. അങ്ങനെ എന്തായാലും ഈ ആപ്പിൻ്റെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ആളുകൾക്കിടയിലേക്ക് ഈ ആപ്പ് എത്തിക്കണം. എന്തായാലും യാതൊരു വിധത്തിലുള്ള പേടിയും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന് ഫയാസും അതുപോലെ തന്നെ അഹമ്മദ് ആസിഫും പറയുന്നുണ്ട്. എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ആരും തട്ടിപ്പിൽ പെടരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. രജീഷ് കരുളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.